ഒരു കാലത്ത് UDFിൻ്റെ കുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലം. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് ഒരാളെ അടർത്തിയെടുത്ത് ഇടതുപക്ഷം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അതേ കോൺഗ്രസ് കോട്ടയായ നിലമ്പൂരിൽ മത്സരിപ്പിക്കുന്നു. ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം മത്സരിച്ച് വിജയക്കൊടി പാറിച്ച നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ തന്നെ മകനായ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നു. അന്ന് കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് തന്നെ യുവജന പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ പോരാട്ടം നടത്തിയവരുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്ന PV അൻവറിനെ എതിർസ്ഥാനത്ത് LDF മത്സരിപ്പിച്ചുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ നിലംപരിച്ചാക്കുന്നു. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ അവസ്ഥ തന്നെയാണ് നിലമ്പൂരിലുണ്ടായത്. അങ്ങനെ ഒരു ഇടത് കോട്ടയായി നിലമ്പൂർ രൂപം പ്രാപിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിലുണ്ടാകുന്നു. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ നിലമ്പൂർ അങ്ങനെ PV അൻവറിന്റെ കുത്തക മണ്ഡലമായി മാറുന്നു എന്ന രാഷ്ട്രീയ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷം തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട പ്രസ്ഥാനമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുതുല്യനും പിതൃതുല്യനുമാണെന്ന് പറഞ്ഞ PV അൻവർ ക്ഷണനേരം കൊണ്ടതെല്ലാം മാറ്റി പറയുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന DMK എന്ന മൂവ്മെന്റ് രൂപീകരിച്ച് നിയമസഭയ്ക്കുള്ളിൽ പ്രവേശിക്കുന്നു. പിന്നീട് അതും വേണ്ട എന്ന് വെച്ച് തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ചേരുന്നു. അതിനിടയിൽ കോൺഗ്രസിന്റെ ഭാഗമാകാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിൽ പോലും കോൺഗ്രസിനുള്ളിലെ പല നേതാക്കന്മാർക്കും അതിനോട് എതിർപ്പായിരുന്നു. പ്രധാനമായും PV അൻവർ സഭയ്ക്കുള്ളിലും പുറത്തുമൊക്കെ വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന തരത്തിലേക്ക് UDFിന്റെ ഭാഗമാകുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു. MLA സ്ഥാനം രാജിവെച്ച് PV അൻവർ ആദ്യം പറഞ്ഞത് താൻ UDF നിർത്തുന്ന ഏത് സ്ഥാനാർത്ഥിയെയും വിജയിപ്പിക്കുവാൻ തയ്യാറാണ്, ആര്യാടൻ ഷൗക്കത്ത് ഒഴികെ. പിന്നീട് അതും മാറ്റി പറഞ്ഞ് UDF ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും വിജയിപ്പിക്കുമെന്ന തരത്തിലേക്കാക്കി. നിലവിൽ ഭരണപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കോൺഗ്രസിനെ പോലെ തന്നെ ശബ്ദമുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ PV അൻവറിന്റെ മണ്ഡലമായ നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും UDF സ്ഥാനാർത്ഥി ആരാണെങ്കിലും അവർക്ക് പിന്തുണ നൽകുമെന്ന് PV അൻവർ പറഞ്ഞതോടുകൂടി UDFന് വലിയ ആത്മവിശ്വാസമായി, വലിയ കരുത്തായി. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി UDF കളത്തിലിറങ്ങുമ്പോൾ വലിയ വിജയപ്രതീക്ഷയാണ് അവിടെ ഉള്ളത്. ഭരണവിരുദ്ധ വികാരവും PV അൻവറിന് അനുകൂലമായ ജനവികാരവും നിലമ്പൂരിലും കേരളത്തിലും ഉണ്ട് എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പായി UDF ഇതിനെ കാണുമ്പോൾ അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഒരു മാറ്റമുണ്ടാകുമെന്ന കരുതലും കോൺഗ്രസിലുണ്ട്. എന്നാൽ നിലമ്പൂരിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏത് വിധേനയും വിജയിക്കണമെന്ന കണക്കൂട്ടൽ ഇടതുപക്ഷത്തിനുണ്ട്. കാരണം പരാജയപ്പെട്ടു പോയാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപ്രഭയ്ക്ക് തന്നെ മങ്ങലേൽക്കുന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമായിരിക്കും അത് എന്ന കണക്കൂട്ടലാണ് ഇതിന് കാരണം. എന്തായാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇക്കുറി 2,28,512 പേർ വിധിയെഴുതും. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രത്യേക സംക്ഷിപ്ത പുതുക്കൽ നടത്തി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടിക പുറത്തു വന്നതോടെയാണ് കണക്കുകൾ വ്യക്തമാവുന്നത്. 1,11,692 പുരുഷന്മാർ, 1,16,813 സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള 7 പേരും പട്ടികയിൽ ഉൾപ്പെടുന്നു. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ള 1,455 മുതിർന്ന പൗരന്മാരും 2,321 ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 4,155 യുവ വോട്ടർമാർ അവരുടെ ആദ്യ സമ്മതിദാവകാശം ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കും. കരട് വോട്ടർ പട്ടികയിന്മേൽ അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നതിന് ഏപ്രിൽ 24 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അന്തിമ പട്ടിക മെയ് 5-ന് പ്രസിദ്ധീകരിക്കുമെന്ന് നിലവിൽ ലഭിക്കുന്ന വിവരം. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും വഴിക്കടവ്, മുത്തേടം, ഇടക്കര, പോത്തുങ്കല്ല്, ചുങ്കത്തറ, കരുളായി, അമരമ്പലം എന്നീ 7 പഞ്ചായത്തുകളാണ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മിന്നുന്ന വിജയമാണ് കഴിഞ്ഞ തവണ LDF നേടിയത്. ആകെയുള്ള 33 ഡിവിഷനുകളിൽ 23 എണ്ണം LDF പിടിച്ചപ്പോൾ 9 എണ്ണം മാത്രമാണ് UDFന് സ്വന്തമായത്. ഒരു സീറ്റിൽ BJPയും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ പഞ്ചായത്തുകളിൽ ഭൂരിഭാഗവും UDFനൊപ്പമാണ്. ഇതിൽ LDF ഭരിക്കുന്ന ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം ഇക്കഴിഞ്ഞിടെ UDF തിരിച്ചുപിടിച്ചിട്ടുണ്ട്. LDFിൽ നിന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനൈബ സുധീർ രാജിവെച്ച് UDFന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് ഭരണം UDF തിരിച്ചുപിടിച്ചത്. അൻവർ LDF വിട്ടതോടെയാണ് മുന്നണിക്ക് പഞ്ചായത്തിൽ ഭരണനഷ്ടം സംഭവിച്ചത്. വഴിക്കടവ്, മുത്തേടം, ഇടക്കര, ചുങ്കത്തറ, കരുളായി എന്നിവിടങ്ങളിൽ UDF ഭരണമാണ് നടക്കുന്നത്. പോത്തുങ്കല്ല്, അമരമ്പലം എന്നിവിടങ്ങളിൽ LDF ആണ് സ്വതന്ത്രരുടെ പിന്തുണയോടെ ഭരണത്തിലുള്ളത്.
തദ്ദേശ തിരഞ്ഞെടുപ്പ് അടക്കം നടക്കാനിരിക്കെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത പ്രഹരം നൽകി തങ്ങളുടെ ആധിപത്യം ഉറപ്പാക്കാനാണ് UDFന്റെ നീക്കം. നിലമ്പൂർ വൻ ഭൂരിപക്ഷത്തിന് വിജയിച്ചാൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അത് മുന്നണിക്ക് വലിയ ഗുണം ചെയ്യുമെന്നും UDF വിലയിരുത്തുന്നു. സർക്കാർ വിരുദ്ധ വികാരം സംസ്ഥാനത്താകെയുണ്ടെന്ന് ഊട്ടിയുറപ്പിക്കാനും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രചാരണായുധമാക്കുവാനും മുന്നണിക്ക് കഴിയും. എന്നാൽ പ്രതിപക്ഷത്തിന്റെ നീക്കത്തിന് തടയിടാൻ LDFും രംഗത്തുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അൻവറിന്റെ കൊഴിഞ്ഞുപോക്ക് LDFനെ ബാധിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയം അനിവാര്യമാണ്. UDF തെരഞ്ഞെടുപ്പ് ചുമതല അനിൽകുമാറിനും LDF ചുമതല M സ്വരാജിനുമാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടത്തിന്റെ കളമായി മാറുവാൻ നിലമ്പൂർ തുടങ്ങുകയാണ്. VS ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിന്റെയും പേരുകൾ മുഴുകിക്കേൾക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്നറിയാൻ ഇനിയും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്.